കൊറേ ഫോട്ടോസ് എടുക്കണം എനിക്ക്. ഇതിനകത്ത് ആവശ്യത്തിന് ഫിലിം ഉണ്ടല്ലോ, നോക്കട്ടെ. ആ ഉണ്ട്. ക്യാമറയും കൊണ്ട് നടന്ന് കൊറേ ഫോട്ടോസ് എടുത്ത് അടിച്ചു പൊളിക്കണം. ചേച്ചി കുട്ടുമനക്ക് ഇങ്ങനെ ചേച്ചിക്ക് ഇവിടെ കൊടുക്കണ്ടായി ഫ്രഞ്ച് ഫ്രൈസ്. ആ നമുക്ക് എല്ലാവരും കഴിച്ചിട്ടാണെങ്കിലേ കുറച്ച് കളിച്ചിട്ടാണെങ്കിൽ വീട്ടിൽ കയറി പോവാം പിന്നെ രാത്രിയാകുമ്പോൾ. ആ ശരി ചേച്ചി. കൊറേ പ്രാവല്ലേ പറഞ്ഞു സൗണ്ട് കേട്ടെ. ആ പ്രാവെല്ലാം കൂട്ടത്തോടെ പറന്നു പോയതാ അമ്മ ചേച്ചി. അയ്യോ അതെന്താ കിടക്കുന്നേ? നോണ്ടേ ഒരു ക്യാമറ കിടക്കുന്നു. ശരിയൊന്നുമില്ല ചേച്ചി, മറ്റൊരു ക്യാമറ അവിടെ എങ്ങനെ താഴെ പോയെന്ന് തോന്നുന്നു. പ്രാവ് പറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണല്ലേ ക്യാമറ ഞാൻ കണ്ടത് ഇവിടെ. നമുക്ക് എടുക്കാം ചേച്ചി. ആ എടുക്കാം, പിന്നെ അല്ലാതെ ഇവിടെ ഇട്ടുന്നുണ്ടെന്ന് പ്രയോജനം. എന്തായാലും നമുക്ക് കളഞ്ഞു കിട്ടിയ സാധനം ഇല്ലേ, ആളുടെ നമ്മൾ മോഷ്ടിച്ചൊന്നും അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എടുക്കാം. എന്റെ ക്യാമറ ഇവിടെ എവിടെയോ കയ്യിൽ നിന്ന് താഴെ പോയല്ലോ. ഞാൻ പറന്നു പോയപ്പോഴ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അത്. ആ ക്യാമറ അത് എവിടെ പോയി? നിങ്ങളെ കാണുന്നില്ലെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലോ. ഇപ്പം രണ്ട് ഫ്രഞ്ച് ഫ്രൈസും പിടിച്ചേക്കുന്നത്. എന്താ എന്റെ കയ്യിരിക്കും നോക്കി, അതുകൊണ്ട് എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് പിടിക്കാൻ പറ്റാത്തത്. മാളൂട്ടിയുടെ ഞാൻ രണ്ട് കൈപ്പിച്ചു ഫ്രഞ്ച് ഫ്രൈസ്. എന്റെ ഇരിക്കുന്ന സാധനം കണ്ടോ നിങ്ങള്? ക്യാമറയോ? ക്യാമറ രണ്ടുപേർക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും വേണ്ടേ? അത് നിങ്ങൾ രണ്ടുപേരുടെ കഴിക്കേട്ടാ. ഞാനും നമ്മുടെ ചേച്ചി ഈ എണ്ണം കഴിക്കാം. എടി എന്തിനാണ് നിങ്ങളുടെ വീട്ടിലിരുന്ന ക്യാമറ? എന്തിനാ ഇത് കൊണ്ടുവന്നിപ്പോ? എടി ഇത് വീട്ടിൽ ഇരുന്ന ക്യാമറ ഒന്നും അല്ലത് ചേച്ചി, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കളഞ്ഞു കിട്ടിയതാ. കളഞ്ഞു കിട്ടിയ സത്യമാണോടി? പിന്നെ അല്ലാതെ ഞാൻ ആരാന്നാ വിചാരിച്ച മോള്. അപ്പൊ തന്നെ ഞാനിങ്ങ് കൊണ്ടുവന്നു ക്യാമറ. റോഡി കിടക്കുവായിരുന്നടി, റോഡിന് ഞാൻ കിട്ടിയതാ. കൂടുതലാകില്ല എടി, ഇത് വർക്കാവുന്ന ക്യാമറ ആണോ? അതറിയില്ലടി, എന്തിന് വർക്കാവോ എന്നുള്ളത് നോക്കാം. ഞാൻ ഇതുവരെ ഫോട്ടോ എടുത്ത് നോക്കിയില്ല. വെള്ളം കുടിക്കാം, പിന്നെ അമ്മയൊക്കെ കാണിക്കട്ടെ ക്യാമറ. എടി എന്റെ അമ്മയുടെ മകല്ലേ, അമ്മ തോട്ടെ സിറ്റോട്ട് നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. അയ്യോ അമ്മ ഇരുന്നങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും. റോഡിൽ കിടക്കുന്ന എടുക്കരുത് അമ്മ പറഞ്ഞിട്ടുള്ള. എന്റെ അമ്മ വഴക്ക് പറയും, അമ്മയെ തോട്ട് അവിടെ സിറ്റോട്ടിന്റെ മോളിൽ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ആ ഞങ്ങളുടെ അമ്മ എന്താ പറയുന്നൊന്നും അറിയത്തില്ല. ഇല്ലേ കുട്ടുമ്പനെ? ശരി, അമ്മയോട് പോയി ചോദിച്ചു നോക്കാം. നമുക്ക് അത് തരാം. അപ്പൊ നീയൊക്കെ എന്റെ ക്യാമറ മോഷ്ടിച്ചിട്ട് പോയതല്ലേ? നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഹൃദയം പോലെ കൊണ്ടു നടന്ന ക്യാമറ അത്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാമറ. എന്റെ ഹൃദയത്തിന് ഇപ്പൊ എന്തോ പോയ പോലെ എനിക്ക് തോന്നുന്നേ. ഉണ്ട് ഇവിടെ ഒരു ഓട്ടോ വീണേക്കുന്നത്. എന്റെ ക്യാമറ കാണുന്ന സ്ഥലത്ത് ഇപ്പൊ ഓട്ടോ വീണേക്കുന്നത്. ഞാൻ ഒന്നിനെ വെറുതെ വിടത്തില്ല. എടി പിള്ളേരൊന്നും എന്തൊരു കൊടിമുറ്റത്ത് അവര് കളിക്കരുത്. എന്റെ അമ്മണിയും മാളൂട്ടിയും കൂടെ ആണെങ്കിലേ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് വാങ്ങിക്കാൻ പോയി. അതിന് പിള്ളേർ വെയിറ്റ് ചെയ്യും അവിടെ, കുട്ടുമനും കിങ്ങിണിയും കൂടെ. ആ എത്തിയായിരുന്നോ? സർപ്രൈസ് ഗിഫ്റ്റോ? എന്ത് ഇത് വാങ്ങിച്ചോ പോരെ? ഇനി വേറെ എന്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിച്ചോ? ഇതെന്തോന്നാ, ക്യാമറയോ? ഇതെന്താ അമ്മണി ഫോട്ടോഷൂട്ട് വല്ല നടത്താൻ പോകുന്നു? അയ്യോ അമ്മ വഴക്കുറത്തിന്റെ മോളെ ക്യാമറ കൊണ്ട് നടന്നെങ്കിൽ ചീത്തയാക്കല്ലേ. ഇത് മോളെ അച്ഛനും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ക്യാമറ ആയിരിക്കുമല്ലോ. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ക്യാമറ ഒന്നും അല്ല, എനിക്ക് കളഞ്ഞു കിട്ടിയതാ. കളഞ്ഞു കിട്ടിയതോ? അയ്യോ നിങ്ങളെങ്കിലും എന്നെ വഴക്കുറയല്ലേ. എന്റെ അമ്മ ഉണ്ട് എന്നെ വഴക്കുറയും എന്തിനാ എടുത്തെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നത്. ഇത് കൊള്ളാവുന്നതാണോ മോളെ? ഇതിപ്പോ റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയതല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, അതങ്ങ് എടുത്ത് എടുക്കുമല്ല. ഇപ്പം എന്ത് ചെയ്യും, നമ്മളിപ്പോൾ അവിടെ ഇട്ടിരുന്നാലും വേറെ ആരെങ്കിലും എടുക്കും. നമ്മൾ ആരുടെങ്കിൽ നിന്ന് വാങ്ങിച്ചതൊന്നും അല്ലല്ലോ. അല്ല വാങ്ങിച്ചതല്ല, ആരുടെങ്കിൽ നിന്ന് മോഷ്ടിച്ചൊന്നും അല്ലല്ലോ. ഇത് വർക്കാകുമെന്ന് അറിയത്തില്ലമ്മേ. ഫോട്ടോ എടുത്ത് നോക്കട്ടെ. ആ നിങ്ങളുടെ ഫോട്ടോ എടുക്കാം. നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. നല്ല സൂപ്പർ ക്യാമറ ഏതാണ്ട് കേട്ടോ, കൂടിയതാന്ന് തോന്നുന്നു. ആ ശരിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കണ്ണിൽ കാണുന്ന സാധനം എടുക്കാൻ പാടില്ലാത്തതാ കേട്ടോ മോളെ. റോഡിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും. ചിലത് ബോംബായിരിക്കും, അതൊക്കെ പൊട്ടിത്തെറിച്ച് എന്ത് ചെയ്യും? അങ്ങനെ കൊച്ചു പിള്ളേരിങ്ങനെ റോഡിൽ കിടക്കുന്ന സാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. എന്തായാലും തൽക്കാലം ഇവിടെ വെച്ചേക്കാം. എന്നാ പിള്ളേരെ അങ്ങോട്ട് ചെന്നേ, ഞാൻ അങ്ങോട്ട് ജോലിയാ. എല്ലാം അങ്ങോട്ട് ചെന്ന് അമ്മ ചപ്പാത്തി ഉണ്ടാക്കട്ടെ വൈകിട്ടത്തേക്ക്. ആ ചപ്പാത്തിയും വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുക കേട്ടോ. ഉറക്കവും വരുന്നു. ഞാനെന്നാ പോയത് TV കാണട്ടെ, പിള്ളേരോടെ വരുന്നു. കിഴങ്ങ് എവിടെ അന്ന് വെച്ചത്? ഇരിപ്പുണ്ടോ എന്തോ കബോർഡിനകത്താനുണ്ടോ? അതെവിടെ ഈ പ്രാവ് കരയുന്ന സൗണ്ട് കേൾക്കുന്നത്? അയ്യോ ഇതെങ്ങനെ ഇവിടെ പ്രാവ് വന്ന്? എന്താടി എന്താ ശാരദേ? അമ്മ അടുക്കളയിലെ പാത്രത്തിലേക്ക് പ്രാവ് വന്നിരിക്കുന്നത്. പിള്ളേരെ പ്രാവ്. അയ്യോ അവിടെ തന്നെ ഇരിക്കുന്ന പ്രാവ്. ക്യാമറ എടുത്ത് ഇങ്ങനെ എവിടെ ഒളിപ്പിച്ചു വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ ഫോട്ടോ എടുക്കാറുണ്ടല്ലോ.
അതിപ്പോ തരത്തില്ല പടി. പിന്നെ പ്രാവിനെ കണ്ടിട്ടില്ല, ഇനിയിപ്പോ എന്താ ഫോട്ടോ എടുക്കാനാ? ഈ പ്രാവിനെ ഇവിടെ വെച്ചിട്ട് ഞാനങ്ങ് ജോലി ചെയ്യും, ഇതിനെ ഓടിച്ച് വെള്ളോട്ട് വിടായിരുന്നു. ഞാൻ എടുത്തോണ്ട് പോവാ എന്റെ വീട്ടിൽ. അതിനങ്ങനെ പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല മാളൂട്ടി, അതൊക്കെ പറഞ്ഞു പോകും. പിന്നെ അരി തന്നെ തിന്നുന്നത് എവിടെ എന്തെങ്കിലും ഇപ്പൊ അരി താഴെ വീണായിരുന്നു, അത് ഇപ്പൊ കൊത്തി തിന്ന് ഇഷ്ടംപോലെ കഴിച്ച്. എന്തായാലും ഇതിനെ പുറത്ത് വിടാം, എനിക്കിപ്പോ ഇനി ആഹാരം ഉണ്ടാക്കണ്ടേ, സമയം പോവാ. പിന്നെ കൊട പൊട്ടപ്പൻ എനിക്ക് ഇവിടെ ജോലി ഉണ്ടായോ, കൊള്ളാം. പറഞ്ഞു വെളിയിൽ പോയി. എന്റെ ദൈവമേ, എങ്ങനെ മാളൂട്ടി പറഞ്ഞു പോയത്? അവിടെ രക്ഷിക്കണേ രക്ഷിക്കണം പറഞ്ഞ അതിനെ വിളിച്ചു പോവിയത്. അവളായി ആ മനഃപൂർവ്വം പറന്നു പോയതല്ലോ. ആ പ്രാവ് പോയ പോലെ തന്നെ അവളും നേടെ പറന്നു പോയി. ഇങ്ങനെ പറഞ്ഞു പോന്ന്. എന്റെ ദൈവമേ, എന്താ ഇവിടെ നടക്കുന്നേ? അയ്യോ രക്ഷിക്കണേ. ഞാൻ വെറുതെ കിടന്ന് കോളിംഗ് ബെൽ അടിച്ച്, എത്ര കോളിംഗ് ബെൽ അടിച്ച്, എന്നിട്ട് അതിന് ആരും കഥ തുറക്കാനും വന്ന് ഇതിന്റെ കഥ തുറന്നിട്ടേക്ക് വരുന്നു. ഇപ്പൊ നോക്കിയിട്ട് ആരും കാണാനില്ല അകത്ത്. ഇന്ന് ഞാൻ ഡ്യൂട്ടി എനിക്ക് താമസം വരത്തല്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതാണ് ഇനി എല്ലാവരോടും ഞാൻ എവിടെയും കറങ്ങാൻ വല്ല പോയനി. എവിടെയും കറങ്ങാൻ പോകുന്നെങ്കിൽ എന്നോട് പറഞ്ഞിട്ടല്ലേ പോകത്തുള്ളവര്. എന്നാലും ഇപ്പൊ എവിടെ പോയത് എല്ലാവരുടെയും. ഞാനിതായാലും ഡ്രസ്സൊക്കെ മാറിയൊന്ന് ഫ്രഷ് ആവട്ടെ. നല്ല പരിപാടി ഒന്നല്ലോ അവർ കാണിച്ചത്, തുറന്ന് മറക്കി ഇട്ടാച്ചാ പോയേക്കുന്ന വീട്. കൊള്ളാമല്ലോ, പോലീസാന്റെ വീട്ടിൽ ഇനി കള്ളം കയറി കക്കണ്ട ഗതികേടാണല്ലോ. എടീ ശാരദേ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അപ്പുറത്തെ മുകളിലത്തെ മുറി പോയി നോക്കാം. മുകളിലത്തെ മുറിയിലും ആരും ഇല്ല. അപ്പൊ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയേക്കുവാ. ഇതെവിടുത്തെ പ്രാവ്? അയ്യോ, പ്രാവ് തുറന്ന് സൗണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ കണ്ടത്. അത് പൂച്ച വിളിക്കുന്നില്ല അങ്ങനെ. പ്രാവേ പ്രാവേ, അത് അവിടെ ഇരിക്കട്ടെ പാവം. ഞാൻ ഫോണിൽ വിളിച്ച് നോക്കട്ടെ അവളെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടേ പോകാവുന്ന്. ആദ്യം പോയി ഡ്രസ്സ് മാറിക്കിട്ടെ. ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. എന്റെ ക്യാമറ കൊണ്ടുവന്ന് എവിടെയോ ഒളിപ്പിച്ച് വെച്ചേക്കുന്നു. എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഫോണ് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നില്ല. ഫോണ് കൊണ്ടിട്ടില്ല അവര്. ഇത് എവിടെ പോയി വന്നാലും ഇവരെല്ലാം കൂടെ ഫോൺ കൊണ്ടുപോയത്. പിന്നെ എന്നോട് പറഞ്ഞിട്ടുമല്ല പോയത്. വീട് അങ്ങനെ തുറന്ന് മറത്തിട്ടേച്ച് പോയേക്കുന്നത്. എവിടെ പോയതാന്നാ? ഒരു പ്രാവ് മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ട് ഇങ്ങോട്ട് കൊത്തുന്നു. അതല്ലാതെ ഇവിടെ ഒരു മനുഷ്യനെ കാണാനില്ല. അവരുടെ അറിവും ഇല്ലല്ലോ. അയ്യോ, എനിക്ക് ശാന്തേച്ചിയുടെ കോള് വരുന്നല്ലോ. അവരുടെ വീട്ടിൽ കാണുമായിരിക്കുന്ന. ഹലോ ശാന്തേച്ചി. മധു വന്നോ അവിടെ? ഞാൻ വന്നു ചേച്ചി. അവരുണ്ടോ അവിടെ? ഞാൻ ഇതായിട്ട് ഇവിടെ വിളിച്ചിട്ട് എങ്ങനെ ഫോണെങ്ങനെ അവരിവിടെ വെച്ചിട്ടാ പോയത്. വീട് അങ്ങനെ തുറന്നു വിട്ടിരുന്നു. ഇവിടെ ആരും കാണുന്നില്ല. ഉണ്ടോ? അവരെല്ലാവരും ഉണ്ടോ അവിടെ? അവരിവിടെ ഉണ്ടോന്നോ? അപ്പൊ അവിടെ ഇല്ലേ? ഞാൻ ഈ പറഞ്ഞ നേരം അവരെ ഫോൺ വിളിച്ചിട്ട് അവരെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ മധുവിന് ഫോൺ ചെയ്തത്. അവരവിടെ പോയി. അവരെവിടെ ഇല്ലല്ലോ. അമ്മണി എങ്കിൽ അങ്ങോട്ട് എങ്കിൽ കളിക്കാൻ വന്നായിരുന്നു വീട്ടിലോട്ടെ. ഞാൻ അപ്പം അമ്മണി ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എന്നിട്ട് അവരാരും ഫോൺ എടുക്കാഞ്ഞത്. ഇതിപ്പോ അമ്മയുടെ വിവരം ഇല്ല, അവരുടെ വിവരം ഇല്ലല്ലോ. പക്ഷെ എന്താ ചെയ്യാനെന്ന് പറഞ്ഞാൽ അവരെങ്കിൽ എന്നോട് ഒരു വാക്കുപോലും വിളിച്ച് പറഞ്ഞില്ല പോവാന്ന്. ഞാൻ ഇവിടെ ഒരു പ്രാവ് മാത്രം ഇരിക്കുന്നു വീട്ടില്. ഞാൻ തന്നെ ഒന്ന് അന്വേഷിക്കട്ടെ ചേച്ചി കേട്ടോ, എന്നിട്ട് ഞാൻ കൂടെ വിളിക്കാം. ശരി മധു.